എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 120 എപ്പിസോഡിൻ്റെ വരവോടെ നമ്മുടെ എല്ലാവരുടെയും ഗെയിം പ്ലേ തകിടം മറിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ. അതായത് പൈസ ഉള്ള മാത്രം നല്ലോണം കളിച്ചാൽ മതി എന്നൊരവസ്ഥയിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം 120 എപ്പിസോഡ് ഒരു പ്ലെയറിന് ഒരു 60 എപ്പിസ് പ്ലെയറോ അല്ലെങ്കിൽ ഒരു 40 എപ്പിസ് പ്ലെയറിനെക്കാളും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊരു റിയാലിറ്റിയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മളിനി അത് ഓർത്തിരുന്നിട്ട് കാര്യമില്ല. നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ അഡാപ്റ്റ്, ഇംപ്രവൈസ്, ഓവർകം ചെയ്യാം. അതായത് 120 എപ്പിസോഡ് എനിമി നമ്മുടെ എതിരെ വന്നാലും അവനെ എങ്ങനെ അടിക്കാം. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ അതാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ലടാ. ഇത് എൻ്റെ ചോറാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണമുള്ളൊരു എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒരു സബ്സ്ക്രൈബ് അടിക്കുക. മനസ്സിലുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും അനുസരിച്ചിരിക്കും ഭാവിയിൽ ഇനി ഇതുപോലത്തെ വീഡിയോ വരുമോ ഇല്ലയോ എന്നുള്ളത്. ഈ വീഡിയോയ്ക്ക് മെയിനായിട്ട് 2 പാർട്ടാണുള്ളത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കുറച്ച് ടെക്നിക്കൽ ടേംസ് പരിചയപ്പെടും. അതായത് എന്താണ് FPS, എന്താണ് റിഫ്രഷ് റേറ്റ്, എന്താണ് ഹിറ്റ് ബോക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മൾ ടിപ്സിനെ പറ്റി പറയുന്നത്. നിങ്ങൾക്ക് ടിപ്സ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മോളിൽ കാണുന്ന ഈ ടൈം സ്റ്റാപ്പിലോട്ട് സ്കിപ്പ് ചെയ്യൂ. അവിടെ തൊട്ടാണ് നമുക്ക് ടിപ്സ് തുടങ്ങുന്നത്. ആദ്യം നമുക്ക് FPS എന്തുവാന്ന് നോക്കാം. FPS എന്ന് പറഞ്ഞാൽ ഫ്രെയിംസ് പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ നിൻ്റെ ഫോണിൻ്റെ പ്രോസസ്സറോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മുടെ PC എടുക്കുകയാണെങ്കിൽ അതിൻ്റെ GPO എത്ര ഫ്രെയിംസ് പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്രെയിംസ് പെർ സെക്കൻഡ്. ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിംഗ് പവറാണ് കാണിക്കുന്നത്, നമ്മുടെ ഡിവൈസിൻ്റെ പ്രോസസ്സിംഗ് പവർ. ഇനി ഈ ഫ്രെയിംസ് പെർ സെക്കൻഡിലെ ഫ്രെയിംസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ എടുത്തോ, നിങ്ങളൊരു വീഡിയോ കണ്ടിരിക്കുക. ആ വീഡിയോ മൂവിങ് ആണല്ലോ. ഈ മൂവിങ് ആയിട്ടുള്ള വീഡിയോ ആയിരക്കണക്കിന് സ്റ്റില്ലായിട്ടുള്ള ഫ്രെയിംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു ബേസിക് യൂണിറ്റാണത്. ആ സാധനത്തിനാണ് നമ്മൾ ഫ്രെയിംസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഡിവൈസിന് 60 FPS ഉണ്ട്, അല്ലെങ്കിൽ 120 FPS എന്ന് പറയുമ്പോൾ എന്തോ അത് മീനിങ് എന്ന് വെച്ചാൽ 60 FPS ഉള്ള ഡിവൈസ് 60 ഫ്രെയിംസ് ഒരു സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യും. 120 FPS ഉള്ള ഡിവൈസ് 120 ഫ്രെയിംസ് ഒരു സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യും. അതായത് 60 FPS ഡിവൈസ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി ഫ്രെയിംസാണ് 120 FPS ഡിവൈസ് ഒരു സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി റിഫ്രഷ് റേറ്റിലോട്ട് വരാം. നേരത്തെ ഞാൻ പറഞ്ഞു FPS എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സിംഗ് പവറാണ് കാണിക്കുന്നത്. അതേസമയം റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിസ്പ്ലേ ആയിട്ടാണ് ബന്ധം. നിങ്ങളുടെ ഡിസ്പ്ലേ എത്ര ഫ്രീക്വൻസിയിൽ ഫ്രെയിംസ് പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിന് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ടെന്ന് വെച്ചോ, അതിനർത്ഥം നിങ്ങൾക്ക് BGMIയിൽ 120 FPS കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 120 FPS ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ റിഫ്രഷ് റേറ്റ്, അതായത് ഡിസ്പ്ലേയുടെ റിഫ്രഷ്, അത് ഇൻബിൽറ്റ് ആണ്. അത് 120 ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും 120 FPS പവർ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞാൽ, ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ GFX ടൂൾ എടുക്കുക, നിങ്ങൾക്ക് 120 FPS കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 90 FPS കിട്ടും എന്നൊക്കെ പറഞ്ഞ് പറ്റിയതാണ്. അതായത് നിങ്ങളുടെ ഇൻബിൽറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിഫ്രഷ് റേറ്റ് 120 ഇല്ല അല്ലെങ്കിൽ 90 ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തോ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് കിട്ടില്ല. വെറുതെ അതിനുവേണ്ടി പൈസ മുടക്കൽ നഷ്ടമാണ്. ഇപ്പം നമ്മൾ നോക്കി, ഇപ്പം ഞാൻ ഇവിടെ വെടി വെക്കുക, ഇതിപ്പോൾ ഇവിടെ കൊള്ളുന്നില്ല. അതേസമയം ഞാൻ ഇവിടെ വെടി വെക്കുക, അപ്പോൾ അത് കൊള്ളുന്നുണ്ട്. അപ്പം അതാണ് ഹിറ്റ് ബോക്സ് എന്നുള്ള സാധനം. ആ ഒരു എനിമി പ്ലെയറിൻ്റെ ദേഹത്തിന് ചുറ്റുമുള്ള ഒരു ഏരിയ നമ്മൾ വെടി വെക്കുമ്പോൾ ആ ബുള്ളറ്റ് കൊള്ളുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ഡാമേജ് വരുന്ന ആ ഏരിയയാണ് ഹിറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹിറ്റ് ബോക്സ് ഒരിക്കലും ആ എനിമിയുടെ ഫുള്ള് രൂപം പോലെ ആയിരിക്കില്ല. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അതെന്ന് നോക്കി, ഞാൻ എയിം ഇവിടെ വെച്ചേക്കെന്ന് നോക്കി, ആ ഷോൾഡറിൻ്റെ അവിടെ അല്ലേ, പക്ഷേ ഞാൻ വെടി വെച്ചപ്പോൾ അവിടെ ഹിറ്റ് കണക്റ്റായി. കാരണം ഹിറ്റ് ബോക്സ് ഒരിക്കലും എനിമിയുടെ രൂപം പോലെ ആയിരിക്കില്ല. ഹിറ്റ് ബോക്സ് മോസ്റ്റ്ലി ഒരു സ്ക്വയർ പോലെ ആയിരിക്കും. അതായത് അവരുടെ ബോഡിക്ക് ചുറ്റും നിങ്ങളൊരു റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരച്ച് എങ്ങനെ ഇരിക്കും, അങ്ങനെയായിരിക്കും ഹിറ്റ് ബോക്സ് ഇരിക്കുക. 60 FPS, എൻ്റെ ഡിവൈസ് 60 FPS ആണ്. അപ്പോൾ എൻ്റെ ഡിവൈസ് വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ ഡിവൈസിന് ഒരു സെക്കൻഡിൽ 60 ഫ്രെയിംസേ പ്രോസസ് ആവുള്ളൂ. അതായത് എൻ്റെ ഇരട്ടി ഫ്രെയിംസാണ് 120 FPS കാരന് പ്രോസസ് ആവുന്നത്. അതായത് നമ്മളെ ഗെയിം കളിക്കുമ്പോൾ 120 FPS കാരൻ്റെ നോക്കുമ്പോൾ അവൻ്റെ വ്യൂ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ എനിമിയുടെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലൂയിഡ് ആയിരിക്കും. കാരണം അത്രയും ഫ്രെയിംസ് എക്സ്ട്രാ പ്രോസസ് ആവാണ്. അത് ഒരു ബേസിക്ക് പറഞ്ഞാൽ അവനൊരു ഫ്യൂച്ചറിലുള്ള പോലെയാണ്. അതായത് കാരണം നമ്മൾ 60 ഫ്രെയിംസ് പുറകിലാണ് അവനെക്കാട്ടിലും, അവന് നമ്മളെക്കാട്ടിലും 60 ഫ്രെയിംസ് മുന്നിലാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നത്, ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, നമ്മൾ കവറി കയറി കഴിഞ്ഞിട്ടും നമുക്ക് അടി കിട്ടുന്ന ഒരുമാതിരി വാൾ ഹാക്ക് ഉള്ള പോലെ. അതിലും മെയിനായിട്ട് കാരണം ഇത് മാത്രമല്ല, ചിലപ്പോൾ ഡീസിങ്ങും ഉണ്ടാവും, ചിലപ്പോൾ നെറ്റിൻ്റെ പ്രശ്നമായിരിക്കും. ഈ 2 സാധനം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഉറപ്പിക്കാം ഇത് FPS ഡിഫറൻസ് കൊണ്ടാണ്. അപ്പം നമുക്ക് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ കിടക്കാം. നമുക്ക് 120 FPS ഉള്ളൊരു പ്ലെയറിനെ എങ്ങനെ നേരിടാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് ടിപ്പായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഫിനിഷ് ഗൺസ് ഉപയോഗിക്കുക. അതായത് ഷോട്ട് ഗൺ. മെയിൻലി അറിയാമല്ലോ DBS ഓർ STOLK. ഇനിയിപ്പോൾ നിങ്ങൾക്ക് AWM വെച്ച് ഹെഡ് ഷോട്ടൊക്കെ നോൺ സ്കോപ്പൊക്കെ അടിക്കാൻ പറ്റുമെങ്കിൽ അതായാലും മതി. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക, നമ്മുടെ എതിരെ വരുന്ന എനിമി 120 FPS ആണോ എന്ന് എങ്ങനെ അറിയും? അതിന് കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ എതിരെ വരുന്ന എനിമിയുടെ ഔട്ട്ഫിറ്റ് നോക്കുക. അതുപോലെ എക്സൂട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല പൈസയുള്ള സൂട്ടോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പിച്ചോ അവൻ്റെ കാശുണ്ട്, അവന് പൈസ കൊടുത്ത് ഒരു iPhone 16 Pro Max ഒക്കെ മേടിക്കാനുള്ള സാമ്പത്തികം കാണും. അപ്പോൾ എന്തായാലും അവനൊരു 120 FPS ആയിരിക്കും.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഫിനിഷ് ഫീഡ് നോക്കുക. എടാ ഫിനിഷ് ഫീഡിനകത്ത് നോക്കുമ്പോൾ അവന്മാർക്ക് നല്ല ഗണ്ണിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട്, നല്ല പൈസ കൊടുത്ത് വാങ്ങുന്ന സ്കിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്മാർക്കും പൈസ ഉള്ളവന്മാർ അവന്മാരുടെ കയ്യിൽ നല്ല ഡിവൈസ് കാണും. എടാ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എടാ എതിരെ വരുന്ന എനിമി 120 FPS ആണോ അല്ലയോ എന്നൊന്നും നോക്കിയിട്ട് അടിക്കാൻ നിൽക്കണ്ട. എടാ എല്ലാ എനിമിയെ നിങ്ങൾ അങ്ങ് സ്വയം വിചാരിക്കുക അവൻ 120 FPS, എൻ്റെ എല്ലാ എനിമി 120 FPS ആണെന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങ് കളിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. എടാ ഇനി രണ്ടാമത്തെ പോയിന്റ്, എടാ മാക്സിമം ജിഗിൾ ഫൈറ്റ് അവോയ്ഡ് ചെയ്യുക. എടാ നമ്മളെക്കാളിൽ FPS കൂടുതലുള്ളവന്മാർക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ജിഗിൾ ഫൈറ്റ് എടുക്കുമ്പോഴാണ്. കാരണം ഇപ്പം നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് 60 FPS എന്ന് വെച്ചു, നിൻ്റെ എനിക്ക് 120 FPS ആണ്. അപ്പോൾ അവന് നിന്നെക്കാളും 60 ഫ്രെയിംസ് കൂടുതൽ ക്രോസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിൻ്റെ മൂവ്മെൻറ്റൊക്കെ ഭയങ്കര ഫ്ലൂയിഡായിരിക്കും. അവന് നിന്നെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അവന് നിന്നെക്കാളും കൂടുതൽ ഫ്രെയിംസ് ക്രോസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവൻ്റെ ഗണ്ണിൻ്റെ ബുള്ളറ്റിനൊക്കെ റീകോയിലൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അവന് ഈസി ആയിട്ട് ഗൺ കൺട്രോളും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ FPS കൂടുതലുള്ളവന്മാരായിട്ട് ജിഗിൾ ഫൈറ്റ് എടുക്കാൻ പോയാൽ ഉറപ്പായിട്ടും വീഴത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഞാൻ TDM കളിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്കൽ ഇങ്ങനെ ഒരു ജിഗിൾ ഫൈറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എടാ ഇപ്പോൾ നിങ്ങൾ TDM കളിക്കുമെന്ന് വെച്ചു, TDMൽ നിങ്ങൾ ജിഗിൾ ഫൈറ്റ് അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് പീക്ക് ഫൈറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യും. പീക്ക് ചെയ്ത് എനിക്ക് ഡാമേജ് കൊടുത്ത് മെല്ലെ കുറച്ച് ഡാമേജ് കൊടുത്ത് അങ്ങനെ കളിച്ച് പഠിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ക്ലാസിക് ആവണമെങ്കിൽ എടാ ക്ലാസിക്കൽ ജിഗിൾ ഫൈറ്റ് ചെയ്യണമെന്നില്ലല്ലോ, നിങ്ങൾക്ക് നെയ്ഡ് ഉപയോഗിക്കാം, മോളി ഉപയോഗിക്കാം, അങ്ങനെ എന്തെല്ലാം വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഞാനിപ്പോൾ ഒരു സിറ്റുവേഷനിലാണ്, എനിക്കിവിടെ ജിഗിൾ ഫൈറ്റ് എടുത്തേ പറ്റൂ, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എടാ അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ദൈവത്തിനെ വിളിക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രോപ്പറായിട്ട് ജിഗിൾ ഫൈറ്റ് എടുക്കുക. ഇനി പ്രോപ്പറായിട്ട് ജിഗിൾ ഫൈറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ജിഗിൾ ചെയ്യാൻ അറിയണം, കറക്റ്റായിട്ട് എയിം വെക്കാൻ അറിയണം. ഇതൊക്കെ പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാൻ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, ജിഗിൾ ഫൈറ്റിൻ്റെ വീഡിയോ എൻ്റെ ചാനലുണ്ട്, അതൊന്ന് കയറി കണ്ടേക്ക്, ഞാൻ ഇവിടെ മോളിൽ കൊടുത്തേക്കാം. എടാ അപ്പം നമുക്ക് മൂന്നാമത്തെ പോയിന്റിലോട്ട് പോകാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും റിഫ്ലക്സ് ഇട്ട് അടിക്കാൻ നോക്കല്ലേ. നമ്മളെപ്പോഴാണ് റിഫ്ലക്സ് ഇടുന്നത്? എനിമി ഓൾറെഡി നമ്മളെ കണ്ടു, അവൻ നമ്മളെ അടിച്ചു തുടങ്ങി, എന്നിട്ടാണ് നമ്മൾ റിഫ്ലക്സ് ഇട്ടിട്ട് അടിക്കുന്നത് അല്ലേ? എടാ റിഫ്ലക്സിൻ്റെ കാലം കഴിഞ്ഞു, അതൊക്കെ പണ്ടായിരുന്നു. അന്ന് നമുക്ക് പറ്റുമായിരുന്നു ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും സെയിം FPS ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നിനക്ക് ചിലപ്പോൾ 60 FPS ആയിരിക്കും, നിൻ്റെ എനിമിക്ക് 120 FPS. അവന് നിന്നെക്കാളിൽ എത്രയോ ഫ്രെയിംസ് കൂടുതൽ ക്രോസ് ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര ഫ്ലൂയിഡ് ആയിരിക്കും, അവൻ ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും, അവൻ്റെ ഗണ്ണ് റീകോയിലൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും റിഫ്ലക്സ് ഇടാൻ നോക്കല്ലേ. ഇപ്പോൾ എനിമി നിന്നെ ആദ്യമേ സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിക്കാനേ നോക്കണ്ട, കവർ പിടിച്ച് നിൽക്കുക, എന്നിട്ട് മെല്ലെ വേറെ ഏതെങ്കിലും രീതിയിൽ അടിക്കാൻ നോക്ക്. അതേസമയം നീയാണ് ആദ്യം എനിമിയെ സ്പോട്ട് ചെയ്യുന്നത്, ഓക്കെ അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കവറിൽ എന്ത് ചെയ്യുന്നടാ? എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ 1000 വട്ടം പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, കവർ പിടിച്ചേ നമ്മൾ എപ്പോഴും ഫൈറ്റ് എടുക്കാൻ പോവുള്ളൂ. നമ്മൾ ബിൽഡിംഗ് ഫൈറ്റ് എടുക്കാൻ പോകണമെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഓരം ചേർന്ന് പോകണം. അതല്ല നമ്മൾ ഓപ്പണിലാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാറയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിനടുത്തോ കവർ പിടിച്ച് എപ്പോഴും ഫൈറ്റ് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. എടാ അപ്പം നമുക്ക് നാലാമത്തെ പോയിന്റിലോട്ട് പോവാം. എടാ നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ട്രിക്ക് ഷോട്ട്സ് ചെയ്യുക. അതായത് ക്രൗഡ് ഷോട്ട് അല്ലെങ്കിൽ ഡ്രോപ്പ് ഷോട്ട് അല്ലെങ്കിൽ ജം ഷോട്ട്, ഇങ്ങനത്തെ സാധനം നല്ലോണം ഉപയോഗിക്കുക. ഇപ്പം നിൻ്റെ എനിമി ഒരു 120 FPS പ്ലെയറാണെന്ന് വെച്ചു, അവൻ നിന്നെ അടിക്കാൻ നോക്കുകയെന്ന് വെച്ചാൽ അവൻ നിൻ്റെ ഹെഡ് നോക്കി അടിക്കുക. നീ അപ്പോൾ ഒരു ക്രൗഡ് ഷോട്ട്, അവൻ്റെ എത്ര അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം ബുള്ളറ്റ് ഹിറ്റായാലല്ലേ നമുക്ക് ഡാമേജ് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നൈസായിട്ട് ഡ്രോപ്പ് ഷോട്ട്, അതുപോലെ ക്രൗഡ് ഷോട്ട്, ജം ഷോട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്കപ്പോൾ അഞ്ചാമത്തെ പോയിന്റിലോട്ട് പോകാം. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് ഓഫ് സർപ്രൈസ് നമ്മുടെ കയ്യിലായിരിക്കണം. അതായത് മാക്സിമം TPP എടുക്കുക, ഒരു ഫുട്ട് പോലും കൊടുക്കരുത്. എനിമി വരുമ്പോൾ കവറിൽ നിന്ന് മാറി ചെല്ലുക, അടിക്കുക. എടാ ഇതിന് ക്യാമ്പിക്കുന്നൊന്നും പറയാം. എടാ നിങ്ങളുടെ കാര്യം ആലോചിക്കണം, നമ്മുടെ എനിമി ഓൾറെഡി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ആളാണ്. കാരണം അവരുടെ കയ്യിൽ നമ്മളെക്കാളും ബെറ്റർ ഡിവൈസ് ഉണ്ട്. കാരണം അവന് കാശുള്ളതുകൊണ്ട്. നമ്മുടെ ഈ കാശില്ല. എടാ നമുക്കും കളിക്കണ്ടേ? എടാ കാശില്ലാത്തവരും കളിക്കണ്ടേ? കാശുള്ളവർ മാത്രം കളിച്ചാൽ മതി.